വരുന്നതിന് മുമ്പ് ഇവിടെ കാട് വെട്ടിയതുകൊണ്ട് അപ്പോൾ ചെറുതായിട്ട് മൂക്കിനൊന്നും ഞാൻ കെട്ടിയിട്ടില്ല കേട്ടോ, ഭയങ്കര. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലീൻ ചെയ്യുന്ന കാണിക്കുമെന്ന്. കുറച്ച് പൂവൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ചക്കമുല്ല ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. മുല്ല കേട്ടോ ആവുന്നില്ല എന്നല്ല, അത് വെയിൽ വരുന്ന സമയത്ത് കരിലപ്പൂവും പിന്നെ എന്തോ ഒരു എന്താണ് അതിൻ്റെ പേര് ഘടന കാണിക്കേണ്ടത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാണിക്കാൻ അവിടെ 2 സ്റ്റെപ്പ് അതൊക്കെ ഒരു ഫ്രണ്ട് സൈഡാട്ടോ. തെങ്ങ് കവുങ്ങ് ഇങ്ങനെ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അറിയാലും കുഴപ്പമാണ് ആയിപ്പോയി. നമ്മൾ രാവിലെ ആണെങ്കിൽ തുണി എടുത്തിട്ട് അവിടെ കൊണ്ടൊക്കെ ആക്കിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടുന്നുണ്ട് നമ്മൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ക്ലീനിങ് വീഡിയോ തന്നെയാണ് കേട്ടോ. നമ്മുടെ മുറ്റത്തിന് വെളിയിലൊന്ന് വൃത്തിയാക്കാൻ പോവാണ്. ഇത്തിരി പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ കാട് വെട്ടിയതുകൊണ്ട് വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് കൊത്തിക്കോരി പിന്നെ കാട്ടമൊക്കെ കൊത്തിയിട്ട് വൃത്തിയാക്കാൻ പോവാണ്. അപ്പോൾ ചെറുതായിട്ട് മൂക്കിനൊന്നും ഞാൻ കെട്ടിയിട്ടില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്, വെയിലുമാണ്. അപ്പോൾ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനി മൂക്കിന് പതുക്കെ പൊടിയൊക്കെ പാറുന്ന സമയത്ത് കെട്ടാമെന്ന് വിചാരിച്ച് ഇപ്പം കെട്ടാതിരിക്കുക കേട്ടോ. പതുക്കെ കെട്ടു ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണേ. നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് പേര് കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. അതിലൊരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാർഡനിൽ ക്ലീൻ ചെയ്യുന്ന കാണിക്കുമെന്ന്. നമുക്ക് ഗാർഡൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഗാർഡൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇത്തിരി, പക്ഷെ അതിനകത്തൊന്നുമില്ല. ഞാൻ മുമ്പ് കുറച്ച് പൂവൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് അത് കരിഞ്ഞു പോയിന്ന് തോന്നുന്നു. പിന്നെ ആകെ ഉള്ളത് ഒരു മുല്ലപ്പൂവിൻ്റെ ചെടി മാത്രമാണ്. ഒരു ചക്കമുല്ല ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എവിടെയോ കണ്ടെടുത്തുനിന്ന് പൊരിച്ചിട്ട് കൊണ്ടുവന്ന് നട്ടതാണ്. പിന്നെ എന്ത് പൂ നട്ടാലും അവിടെ ആവുന്നില്ല കേട്ടോ. ആവുന്നില്ല എന്നല്ല, അത് വെയിൽ വരുന്ന സമയത്ത് കരിഞ്ഞു പോകുന്നു. പിന്നെ മഴയത്ത് തെത്തിട്ട് വരുന്നത്. അപ്പം ഞാൻ ആകെ നട്ട മുല്ലപ്പൂവും പിന്നെ എന്താണ് അതിൻ്റെ പേര്, എന്തോ പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഒരു വൈറ്റ് കളർ പൂവാണ്, നമ്പ്യാർ വട്ടം. നമ്മുടെ നാട്ടിൽ നമ്പ്യാർ വട്ടം എന്ന് പറയുന്നത് ആ സാധനം. ആ 2 പൂക്കൾ മാത്രം. പൂക്കൾ അതിനകത്ത് പിടിക്കണമെങ്കിൽ ഇത്തിരി കഴിയണം. പക്ഷേ വെയിലുണ്ടാകുമ്പോൾ അത് കരിഞ്ഞു പോവും. മഴ വരുന്ന സമയത്ത് അത് തെഴുത്ത് വരും കേട്ടോ. അത് 2 പൂ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പൂവില്ല. പിന്നെ ഞാൻ എന്ത് ഗാർഡനാണ് കാണിക്കേണ്ടത്? എന്നോട് ആരോ കമൻറ്റ് ബോക്സിൽ അയച്ചിട്ട് ഞാൻ കണ്ടതാണ്, ഒന്ന് ഗാർഡൻ ക്ലീൻ ചെയ്യുന്ന കാണിക്കുന്നു. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാണിക്കാൻ ഗാർഡൻ ഇല്ല, അതുകൊണ്ടാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തുന്നുണ്ട്. അതാണ് നമ്മുടെ ഗാർഡൻ. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ നമ്മുടെ പുല്ലില്ലേ, അത് നടാൻ വേണ്ടിയിട്ട് ശരിയാക്കിയ സ്ഥലമായിരുന്നു. പുല്ല് നട്ടതുമാണ്, പക്ഷെ അതും കരിഞ്ഞു പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ സ്ഥിര താമസം ഇല്ലാതെ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ക്ലീനായിട്ട് കിടക്കുമല്ലോ. പിന്നെ പുല്ല് നട്ടാലും അതിനകത്തോട്ട് ഇങ്ങനെ കാടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല. ഇതിനു മുമ്പ് കണ്ടത് അവിടെ 2 സ്റ്റെപ്പ് അതൊക്കെ പൂച്ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ ഒന്നും ചെയ്തില്ല കേട്ടോ. അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ ഒരു ഫ്രണ്ട് സൈഡാട്ടോ. ഇനി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് കാണാം കേട്ടോ. നിങ്ങൾ കണ്ടോ? ഇന്നിപ്പോൾ ഇതൊക്കെ നമ്മൾ കത്തിച്ചതിൻ്റെ ചാരമൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഞാൻ വാരിയിട്ട് അപ്പുറത്ത് തെങ്ങിനിടാമെന്ന് വെച്ചു. നല്ലതാണ്. അങ്ങനെ കവർ ഞാൻ ഇടൂല കേട്ടോ. കവർ ഞാൻ വേസ്റ്റ് കൊണ്ടിടും. അത് ഞാൻ ഇപ്പോൾ അതിനകത്തോട്ട് പറക്കിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് തെങ്ങ് കവുങ്ങ് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെയൊക്കെ ഞാൻ അന്ന് കിളച്ചിട്ട് നമ്മൾ പുല്ലൊക്കെ കൊണ്ട് നട്ടതാണ്. അതൊക്കെ കരിഞ്ഞു പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല. പിന്നെ വെറുതെ നമ്മൾ പുല്ല് നട്ടിട്ട് വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കുന്ന വിചാരിച്ചിട്ട് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കിളച്ച് മറച്ച് നല്ല ചുവന്ന മണ്ണായിരുന്നു. അവിടെ നല്ല പുല്ലൊക്കെ കൊണ്ടുവന്ന് എല്ലായിടത്തും നട്ട് പിടിപ്പിച്ചതായിരുന്നു. ഒത്തിരിയൊക്കെ തീർത്ത് വന്നതുമാണ്. പിന്നത്തെ വെയിലിനത് കരിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ ഈ പരിപാടിക്ക് ഇല്ലയെന്ന് വെച്ച് നിർത്തി. ഈ കത്തി കൊണ്ട് വലിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഈ വയറയില്ലേ, നമ്മൾ പശുവിനൊക്കെ കൊടുക്കണേ ആ വയറയാണ് ഇവിടെ അധികം ഉള്ളത്. അപ്പോൾ അതിൻ്റെ വള്ളി ഒന്നിങ്ങനെ നമ്മളെ കത്തിയിലെ കൊക്കിന് കുടുങ്ങിയാൽ മതി. അപ്പോൾ എല്ലാം ഇങ്ങനെ ഉണ്ട പോലെ അങ്ങ് വരും. ഭയങ്കര വെയിലാണ് കേട്ടോ. ഞാൻ ഷാലൊക്കെ എടുത്ത് കളഞ്ഞു, കാരണം ഭയങ്കര ചൂടും അതും കൂടി കെട്ടുമ്പോൾ ഒന്നാകെ ചൂടെടുത്തിട്ട് എന്തൊക്കെയോ ആവണം. ഇവിടെ ആണെങ്കിൽ നല്ല വെയിലും കൊള്ളുന്നു ഫ്രണ്ടിൽ. അതുകൊണ്ട് ഇങ്ങനെ വെയിലത്ത് മുരിഞ്ഞു പോയിന്ന് തോന്നുന്നു. എനിക്ക് കരിഞ്ഞു പോയിന്ന് തോന്നുന്നു. മുരിഞ്ഞല്ല കരിഞ്ഞു പോയിന്ന് തോന്നുന്നു.
ഇതാണ് നമ്മുടെ ഫ്രണ്ട്, ഞാൻ പറഞ്ഞ മുല്ലപ്പൂവിൻ്റെ ചെടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ മഴയത്ത് തെഴുത്ത് വന്നതാണ്. അന്ന് അവർ കാട് വെട്ടുന്ന സമയത്ത് മെഷീൻ വെച്ചിട്ട് അതൊക്കെ അടിച്ച് കളഞ്ഞു തോന്നുന്നു. ഇപ്പോൾ അത് ആദ്യമേ തെഴുത്ത് വന്നിട്ടുണ്ട്. അത് ഒന്നാമത് ഇവർ ഇവിടെ വെള്ളം അടിക്കലുണ്ട് കവുങ്ങിനും തെങ്ങിനും ഒക്കെ. അന്നേരം അവരടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വെള്ളം, അതാണെന്ന് തോന്നുന്നു തെഴുത്ത് വന്നത്. ഇതിനകത്തൊക്കെ മൊത്തം വയറ കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ വലിച്ച് പൊട്ടിച്ച് കളയാണ്. അപ്പോൾ പെട്ടെന്ന് അത് കിട്ടുന്നുണ്ട്. ആ മട്ടക്കണ്ണ എടുക്കുമ്പോൾ അതിൽ മൊത്തം പൊടിയാണ്. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു തോർത്തെടുത്ത് മൂക്കിൽ കെട്ടുകയാണ്. പൊടി പാറിയാലും കുഴപ്പമാണ്. ദാഹിച്ചിട്ട് വയ്യാട്ടോ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് പിന്നെയും തോർത്ത് കെട്ടി. തോർത്ത് നിൽക്കുന്നില്ല കേട്ടോ. ഒന്നാമത് ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് തോർത്ത് കെട്ടുമ്പോൾ ഒന്നാകെ എന്തൊക്കെയോ ആവണേ. എന്നാലും ഞാൻ പൊടി പാറണ്ടെന്ന് വിചാരിച്ചിട്ട് തോർത്ത് കെട്ടിയതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ അനുസരിച്ചില്ല എന്നും വേണ്ട കേട്ടോ, എന്നോട് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാനത് കേട്ടില്ല എന്ന് വേണ്ട. ഈ മട്ടക്കണ്ണ എടുക്കുമ്പോഴാണ് എനിക്ക് ഒത്തിരി പൊടിയായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തോർത്തെടുത്ത് കെട്ടിയത്. ഞാൻ ഇവിടെ ക്ലീൻ ആക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മൾ രാവിലെ ആണെങ്കിൽ അത്ര വെയിലുണ്ടാവില്ല. ഇപ്പോൾ നല്ല വെയിലാണ്. ഒരു 12 മണിയുള്ള ടൈമിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കിത് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പണിയായതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല. അത് വേറെ കാര്യം. ഞാൻ ഭയങ്കര ക്ഷീണിച്ചു പോയി കേട്ടോ. എന്നാലും ഞാൻ കംപ്ലീറ്റ് ആവാതെ മതിയാക്കിയില്ല. എന്തായാലും നമ്മൾ തുടങ്ങിയില്ലേ, അപ്പോൾ പകുതിയിൽ വെച്ച് നിർത്താൻ പാടില്ല. കംപ്ലീറ്റ് എന്തായാലും ചെയ്യണം. അതുകൊണ്ട് ഞാൻ എന്തായാലും ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ട് ഇന്ന് മതിയാക്കൂ. ഈ വയറെ വലിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇത് ഉണ്ട ഇങ്ങനെ ആയിട്ട് വരുന്നത്. ഒത്തിരി കൊത്താനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വലിയ കാട്ടമൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ ഇതിനെ കാട്ടെന്നൊക്കെയാണോ പറയുന്നത്? ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. കാരണം നമ്മളിതിനെയൊക്കെ കാട്ടെന്നൊക്കെയാണ് പറയൽ. കാട്, കാട്ടം അങ്ങനെയൊക്കെയാണ് പറയൽ. അപ്പോൾ ഞാൻ ആ കാടൊക്കെ കൊത്തിയിട്ട് അത് ഉണ്ട പോലെ വരുന്നതുകൊണ്ട് നല്ല രസമാണ് കൊത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വലിക്കുമ്പോൾ ഉണ്ട ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അത് ഉണ്ടയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാവുന്നില്ലേ? നിങ്ങൾക്ക് അതിന് ഇവിടുന്ന് അടിച്ച് അത് കൈക്കോട്ട് വെച്ചൊന്ന് കോരിയാൽ സൂപ്പറായിട്ടോ. ഫുള്ള് ഇന്ന് ചെയ്യാൻ പറ്റുമോ അറിയില്ല. കഴിയുന്നത്ര ഞാൻ ചെയ്യാം. എന്തായാലും ഈ ക്ലീനിങ് ഞാൻ എന്തായാലും ഫുള്ള് ചെയ്യും. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കാട് കൊത്തുന്നതാട്ടോ. ഫുള്ള് മറ്റേ മണ്ണ് കോരാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് കൈ വേദനെടുക്കുന്ന ആ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുമ്പോൾ. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് ഇതാണ്. വീട് ഞങ്ങൾക്ക് കുറച്ച് ക്ലീനിങ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഉള്ളൂ. ഫുള്ളായിട്ട് ഒരു ദിവസം കാണിക്കാം കേട്ടോ. ഹോം ടൂർ ചെയ്യാം. അങ്ങനെ നമ്മൾ വൃത്തിയാക്കി നമ്മുടെ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്താനായി, ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താനായി. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഈ പുല്ലിലാണ് കേട്ടോ എപ്പോഴും തുണി ആറിയിടൽ. കാരണം ഇവിടെ നല്ല വെയിൽ കൊള്ളുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മൾ അയണിലിട്ടാൽ ഇവിടെ വെയിൽ കൊള്ളത്തില്ല. മിന്നു കണ്ടോ അവിടെ എവിടെ ഓടിക്കളിക്കുകയാണ്. ഞാനൊന്ന് ആ തുണി എടുത്തിട്ട് അവിടെ കൊണ്ടൊക്കെ മിന്നു എന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല കേട്ടോ.
പിന്നെ ഞാൻ തന്നെ എടുത്തിട്ട് പോയി ഗെയ്സ്. ഒന്നാമത് എൻ്റെ കയ്യിൽ മണ്ണുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ കത്തി പിടിച്ച കൈ കൊണ്ട് എടുത്തിട്ട് എങ്ങനെയൊക്കെ അവിടെ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പണി ഇങ്ങനെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. സൈഡിലോട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇനി കുറച്ച് വിറകുകളുണ്ട്. വിറക് പറഞ്ഞെങ്കിൽ നമ്മളെ ഓലൻ്റെ മട്ടിലിനെ ഞങ്ങൾ മട്ടക്കണ എന്നാണ് പറയുക. അതവർ കാട് കൊത്തുമ്പോഴത്തെ അവിടെ കൊത്തിയിട്ടതാണ്. ഇപ്പോൾ അതിന് ചെതൽ വന്നിട്ട് ഇങ്ങനെ ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതും പിന്നെ നമ്മുടെ ഈ നിറയെ തെങ്ങാണല്ലോ, അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വീണിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ പറക്കിയിട്ട് ഞാനൊരു സ്ഥലത്ത് കൂട്ടാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ഗേറ്റിൻ്റെ വെളിയിലൂടെ റോഡാണ് കേട്ടോ. അപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് വിറകൊക്കെ പറക്കിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടുന്നുണ്ട്. നമ്മളിവിടെ വിറകൊന്നും അടുപ്പ് കത്തിക്കൂല കേട്ടോ. അതുകൊണ്ട് വിറകിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയും. അല്ലെങ്കിൽ വെറുതെ അവിടെ വെച്ചിട്ട് ദ്രവിച്ച് പോകും. ആർക്കും ഒരു ഉപകാരം ഇല്ലാണ്ടാവും. ആർക്കെങ്കിലും കൊടുത്താൽ അവർ വിറക് കത്തിക്കുന്നവർ കത്തിച്ചോളും. അല്ലെങ്കിൽ നമ്മൾ കത്തിച്ചിട്ട് അത് തെങ്ങിൻ്റെ മറ്റിട്ട് അതിനായിരെങ്കിലും ആവുമല്ലോ. ഇപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിയാറായിട്ടോ. നമ്മുടെ ഗേറ്റിനടുത്തെത്തി. അവിടെയുള്ള വേസ്റ്റൊക്കെ വാരിയിട്ട് ഞാൻ അതിനകത്തോട്ട് ഇടുകയാണ്. വേസ്റ്റ് എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അതൊക്കെ ഒന്ന് വാരിയിട്ടിട്ട് നമ്മുടെ പണി ഇന്നത്തോടെ ക്ലോസ് ചെയ്യുകയാണ്. കാരണം ഇന്നത്തേക്ക് ഞാൻ മതിയാക്കാണ്. അവിടെ ഒന്ന് അടിച്ച് വാരണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര വെയിലാണ്. എനിക്കൊന്നും പറ്റുന്നില്ല കേട്ടോ. വെയിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഇനി പറ്റില്ല. ഞാൻ ചിലപ്പോൾ തളർന്ന് വീണു, അത്രയ്ക്ക് ക്ഷീണിച്ചു പോയി. പിന്നെ ഒന്നും ഇല്ലാണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.